സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഞണ്ട് വെച്ച് ഒരു മസാല ഉണ്ടാക്കാം. ഇതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. ഇത് 3/4 കിലോ ഞണ്ടാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 പച്ചമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കാം. രണ്ട് ചെറിയ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാബ് മസാലയാണ്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇനി ഇവയെല്ലാം ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എത്രമാത്രം വഴറ്റുന്നുവോ അതിനനുസരിച്ച് സ്വാദ് കൂടി വരും. ഇനി ഇത് മാറ്റി വെക്കാം. തണുത്ത ശേഷം അരച്ച് ഞണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്.
ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം മൂടി വയ്ക്കാം. ഇനി കുറച്ച് കട്ടിയായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് റെഡിയായി. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയും മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ വിഭവമായ ഞണ്ട് ഫ്രൈ ചെയ്തത് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെള്ള കളറിലുള്ള ഞണ്ട് മാത്രം എടുക്കുക, കാല് എടുക്കരുത്. ഇതിന് വേണ്ട മസാലകൾ എന്തെല്ലാമെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒരു 3-4 ചെറിയ ചുവന്നുള്ളിയും കൂടി അരച്ച് വെച്ചതാണ്. നല്ലതുപോലെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം, പകുതി പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് ഓരോന്നായി ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഞണ്ട് ഫ്രൈ ആണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ്. മസാലയെല്ലാം ഞണ്ടിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ തേച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വളരെ കുറച്ച് ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇതും സിമ്മിൽ വെച്ച് മൂടി വേവിച്ചെടുക്കണം.
ഫ്രൈ ചെയ്യുന്നത് വലിയ ഞണ്ടാണെങ്കിൽ ചെറുതായി ഒന്ന് കുത്തി കൊടുക്കണം. എന്നാലേ അതിനുള്ളിലേക്ക് മസാല പിടിക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് മറിച്ചിട്ട ശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് റെഡിയായി. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.